പോകുന്നത് ഒരു പോർക്കിൻ്റെ വിഭവമാണ്. പോർക്കിൻ്റെ വിഭവം എന്ന് പറയുന്നത് അതിനകത്ത് പോർക്കും കൂർക്കയും എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കോമ്പിനേഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ പന്നിയിറച്ചി അഥവാ പോർക്ക്. അതിന് കൂടെ ചേർക്കാൻ കൂർക്ക, അത് ഞാൻ 1/2 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് കുറച്ച് സാധനങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ വേണം. പിന്നെ ചെറിയ ഉള്ളി 1 കപ്പ്, 4 സവാള മീഡിയം സൈസ്, കുറച്ച് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെരുംജീരകം, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് വിനീഗർ. ഇനി നമുക്ക് ആ പോർക്ക് ഇറച്ചി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. അത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കിയാൽ മതി. പിന്നെ ഞാൻ ഓരോന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം എത്രയൊക്കെയാണ് ഇടേണ്ടത് എപ്പോഴൊക്കെയാണെന്ന്. അപ്പോൾ നമുക്കിനി മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടായതിന് ശേഷം കുരുമുളക് 1 ടീസ്പൂൺ, 4-5 ഏലക്ക, 3-4 ഗ്രാമ്പൂ, 1 പീസ് കറുവപ്പട്ട, 1/2 ടീസ്പൂൺ ജീരകം, 7-8 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ കടുക്. ഇത്രയും സാധനങ്ങൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ മസാല കരിഞ്ഞു പോകരുത്. ഒന്ന് പച്ചമുളകൊക്കെ മാറി അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യമേ നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പോർക്കിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ, പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല അതോടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ കഷ്ണത്തിലോട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കണം. ഈ മസാല എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മീറ്റിനകത്തെല്ലാം മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലിട്ട് വെള്ളം ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ഒന്നും ഒഴിക്കേണ്ട. ഇതിനകത്ത് ഒത്തിരി നെയ്യിൻ്റെ അംശമുണ്ട് ഈ പോർക്കിനകത്ത്. അപ്പോൾ അതെല്ലാം ഇറങ്ങി പിന്നെ അതിനകത്തുള്ള വെള്ളം എല്ലാം ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്ക് ഇച്ചിരിയും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത് പന്നിയിറച്ചി നന്നായിട്ട് വേവിക്കണം. മറ്റേ ഇറച്ചി പോലെ ഒന്നും അല്ല, ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് വേവിച്ചെടുക്കാൻ. ഇത് ഞാനിപ്പം 3 വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്യുന്നുണ്ട്. കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പോർക്ക് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കൂർക്കയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് ഹാഫ് ബോയിൽ ചെയ്തെടുത്തതാണ്. നന്നായിട്ട് ഇപ്പോൾ വേകേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പോർക്കിൻ്റെ കൂടെ ഇട്ട് വേവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഹാഫ് ബോയിൽ ചെയ്ത് മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് പോർക്കും കൂർക്കയിലേക്കും വേണ്ടിയുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിനകത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടുള്ള കളർ മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, സവാള അതിട്ട് കൊടുക്കാം.
ഒരു 4 സവാള മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഉള്ളി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ഉള്ളിലേക്ക് നന്നായിട്ട് വഴണ്ടി വന്നു. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി 1 കപ്പ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായി വഴണ്ടതിന് ശേഷം മാത്രമേ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ മൊത്തത്തിൽ അതങ്ങ് അലുത്ത് പോവും. ഇങ്ങനെ കുറച്ച് കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ സവാള ഒന്ന് വഴണ്ടതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു. അതിൽ നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അത് മിക്സിയിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടെ ഇടുന്നുണ്ട്. ഈ പെരിഞ്ജീരകം അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ മസാല, ഈ ഉള്ളിയുടെ മസാല അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പെരിഞ്ജീരകം മാത്രമായിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. കല്ലിൽ വെച്ച് ഇച്ചിരിയൊക്കെ പെരിഞ്ജീരകം അരച്ചെടുക്കുക. ഇങ്ങനെ ഈ പെരിഞ്ജീരകം ചേർക്കുന്നതാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് തരുന്നത്. പിന്നെ ഇച്ചിരിയൊക്കെ നമുക്ക് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ സവാളയൊക്കെ ഇട്ട് കൂടെ അരയ്ക്കുമ്പോൾ കുറച്ച് ഗ്രേവി കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. ഇനി വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലോട്ട് 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ. നമ്മുടെ മസാല ഒത്തിരി കരിഞ്ഞൊന്നും പോകരുത്, അത് ശ്രദ്ധിക്കണം. മുളക് പൊടി ഒന്ന് നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുത്തതിന് ശേഷം ഈ മസാല വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിതിനകത്ത് മുളക് പൊടിയുടെ അളവ് കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 2.5 ടീസ്പൂണേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോർക്ക് വേവിക്കാൻ വെച്ചപ്പോൾ അതിനകത്ത് വറ്റൽമുളക് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വറ്റൽമുളക് അരച്ചത്. അതുകൊണ്ടാണ് മുളക് പൊടിയുടെ അളവ് കുറച്ച് എടുത്തിട്ടുള്ളത്. മസാലയൊക്കെ റെഡിയായി. ഇനി അതിനകത്തോട്ട് നമ്മൾ ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം. ഇത് ഈ നമ്മൾ പോർക്ക് വേവിച്ച നെയ്യ് ഉണ്ടെങ്കിൽ അതും കൂടെ ഈ കൂർക്ക വേവിക്കുന്നതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിനകത്ത് 1 വിസിൽ അടിച്ച് ഓഫാക്കിയതാണ് കൂർക്ക. അപ്പോൾ അത്രയും മാത്രം വെന്താൽ മതി. ഇനി നമുക്ക് പോർക്കിൻ്റെ കൂടെ കിടന്ന് ഇത് വെന്താലേ ഇതിന് ടേസ്റ്റ് കൂടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ഈ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വേവാൻ വേണ്ടി. കൂർക്ക ശരിക്കും വെന്തിട്ടില്ലല്ലോ, അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടണം. അതിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പന്നിയിറച്ചി ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് അതിൻ്റെ ആ നെയ്യൊക്കെ ഇങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, എന്ത് നെയ്യുമയം നോക്കിക്കുക. അതിനകത്ത് എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് വേറെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യമേ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ശരിക്കും എണ്ണ ഇറങ്ങിയിട്ടുണ്ട് അതിനകത്തുനിന്ന്. പന്നിയുടെ നെയ്യ് ഇറങ്ങി വന്നു. ഇതെല്ലാം അതിനകത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ കൂർക്കയും ഇത് രണ്ടും കൂടെ കിടന്ന് നന്നായിട്ട് വേകണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിലോട്ട് 3-4 പച്ചമുളക് കീറിയതും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 10 മിനിറ്റ് അടച്ചു വെച്ച് വയ്ക്കാം. കൂർക്കയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. 10 മിനിറ്റ് ശേഷം തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, നമ്മുടെ കൂർക്കയും പോർക്കും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു, അടിപൊളി കറിയായി. ഇനി നമുക്ക് അതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ
കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം, ലോയിലോട്ടാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന സവാളയും പെരിഞ്ചീരകവും കൂടെ ഉള്ള പേസ്റ്റ് അത് ഇട്ട് കൊടുക്കാം. അതാണ് ഈ കറിക്ക് ശരിക്കും ടേസ്റ്റ് കൊടുക്കുന്നത്. ആ പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം, എന്നാലേ ഈ കറിയുടെ യഥാർത്ഥ രുചി കിട്ടത്തുള്ളൂ. അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ പോർക്കും കൂർക്കയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതങ്ങ് വാങ്ങാം, ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം. പോർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു കറിയാണ്, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല വെറൈറ്റി ഡിഷാണ്. നിങ്ങൾ ഇതെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. ഈ പോർക്കും കൂർക്കയാണെങ്കിൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പോർക്ക് ലവേഴ്സിന് ഒത്തിരി ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്